ചേട്ടൻ ഈ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്ന ഈ മഹാന്മാരിൽ ആരോടെങ്കിലും ബഹളം ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ മദ്രാസിൽ ഒരുമിച്ചിട്ടായിരുന്നു. മോളും താഴത്തും, ശ്രീനയുടെ മോളും ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലും ശ്രീനയുടെ ഫസ്റ്റ് ഫ്ലോറും. അപ്പൊ ഞാൻ മേലെ നിലർച്ചയൊക്കെ കേൾക്കാറുണ്ട്. ഇവനും വിനീതും കൂടെ വന്ന് അവിടെ താഴ്ത്തിരുന്ന് പാട്ടും പാടി ഇങ്ങനെയൊക്കെ കളിച്ചു. ഈ സമയത്ത് പലപ്പോഴും ഇവരെന്റെ പല മുഖങ്ങളും കണ്ടിട്ടുണ്ട്. അല്ലെ അപ്പൊ ചേട്ടന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും മറ്റേ പുസ്തകങ്ങൾ അടിച്ചോണ്ട് പോവുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തോ എങ്ങനെ വേദനാജനകമായ എന്തൊരു സംഭവങ്ങൾ രവീന്ദ്രൻ എവിടേക്ക് സംഭവിച്ചായിരുന്നു? രവീന്ദ്രൻ എവിടേക്ക് സംഭവിച്ചിട്ടില്ല. അതിന് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ജൂലൈ 18 അറിയാം. പഴയ ഫ്രിഡ്ജ്, ടിവി, ചെയർ, പൈസ കൊടുക്കാൻ വല്ല ഉണ്ടോ ഒരു ബാലൻസ്? എന്താണെന്നറിയോ, ഈ രവീന്ദ്രൻ നീ എവിടെയെന്നുള്ളത് പുള്ളിക്ക് മാത്രം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പുള്ളി ഞങ്ങളെല്ലാം മേളിലുണ്ട് ഫ്രീ ആയിട്ട്. പുള്ളിക്ക് അതിന്റെ ദേഷ്യം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അതൊക്കെ തിരിച്ചു വരും ചേച്ചി എന്ന് പറഞ്ഞാൽ ധൈര്യം കൊടുക്കും. ഇങ്ങനെ കൊച്ചല്ലേ സിനിമ എടുക്കുന്നത്? രണ്ടെണ്ണം ആലോചിക്കണമായിരുന്നു. നിനക്കൊരു നന്ദിയില്ലല്ലോ. ഇവര് ഏതോ ഒരു സാഹചര്യത്തിൽ ടിവിയിൽ കണ്ടു എന്റെ ഒരു സിനിമ. അപ്പൊ അച്ഛൻ കണ്ടിട്ട് എന്റെ ഒരു സിനിമ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വന്നപ്പോ കണ്ടു. നിനക്കറിയില്ലേ ആ സിനിമ ഇതാവില്ല. ഞാൻ പറഞ്ഞ പുതിയ ആൾക്കാരില്ലേ, നമ്മളവരോട് അങ്ങനെ പറഞ്ഞില്ലേ, നീ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. പ്രൊഡ്യൂസറൊക്കെ എന്താണ് ഇതിന്, ആ സിനിമയ്ക്ക് എന്തിനാണ് ഇങ്ങനെ കാശൊക്കെ മുടക്കി, എന്തൊരു സിനിമയാണ്? ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ജീവിച്ചു പോണ്ടേ, ഇതിലും ഭേദം മരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അമ്മയുടെ മീറ്റിങ്ങിന് വരുന്നത്. ഞാൻ നാട്ടിലില്ല. അവശ്യ കലാകാരന്മാർക്ക് 5000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. എനിക്ക് കൊല്ലം കിട്ടും, പക്ഷെ എനിക്കത് വേണ്ട, നിനക്ക് വേണം തരാൻ പറയാം. വളരെ മോശം. ബമൂസിന്റെ പടം വല്ലായിരുന്നു. ഇല്ല, ഇത്രയും പേര് ഇരിക്കണേ, ചേട്ടൻ മാത്രമേ കണ്ണടയൊക്കെ വെച്ചിരിക്കണേ. എന്താ കാര്യം? എന്താ നിന്റെ കളറ് ബൗൺസ് ചെയ്തിട്ട് എന്തോ ഒരു പരിധിയില്ലേ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? വീട്ടുകാരൊക്കെ ടെൻഷൻ അടിച്ച് എന്റെ കൊച്ചെവിടെയെന്ന് അന്വേഷിച്ച് നടന്ന ഒരു സംഭവം. അത് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, അച്ഛൻ ചോദിക്കും. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. നമ്മളൊക്കെ മറ്റേ വൈറ്റിലെ പനമ്പളികാർ എന്നൊക്കെ പറയുന്ന പോലെ രവിയേട്ടൻ പറയുന്നത് ഡാലിലേക്ക് ശ്രീനഗർ എന്നൊക്കെ. അടുത്ത പടം ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കുപ്പവാടയിലാണ്. പിന്നെ കീർത്തി അങ്ങനെ പലരും പാടുന്ന പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. ഓക്കെ, വീട് വിട്ടു കഴിഞ്ഞാൽ പോയി ഒളിച്ചിരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം എവിടെ? ഓഫീസ്. ജീവിതത്തിലെ ആദ്യ പ്രണയം ഉണ്ടായത് എവിടെ? എവിടെന്ന് വെച്ചാ ഇപ്പൊ അങ്കണവാടിയിൽ, പൈപ്പൻ ചോട്ടിൽ, കോളേജിൽ, അങ്ങനെയൊക്കെ പറയാലോ. കശ്മീർ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് പറയാൻ അവസരം കിട്ടിയില്ലേ? അതന്നെ, ആപ്പിൾ പോലെ ഇരിക്കണല്ലേ. സർവീസ് ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനത്തെ ആ പ്രണയം എങ്ങനെയായിരുന്നു? ആ ദാലിലേക്കിന് പുള്ളിക്കാരി നടന്നു പോയിരുന്നോ? കൊട്ടയിൽ ബോംബുമായിട്ട് ഗ്രനേഡുമായിട്ട് പോയിരുന്നു കൊട്ടയിൽ. പറയട്ടെ, അതെങ്ങനെയായിരുന്നു? ജീവിതത്തിൽ ഏറ്റവും സമാധാനം കിട്ടുന്നത് എവിടെ? ഇല്ല അനൂപ്, ഇത് ഇന്റർവ്യൂ ആയതുകൊണ്ട് ഞാൻ പറയാം, എന്റെ ഭാര്യയുടെ കാൽച്ചൂട്. ഒരു പുന്നാരത്തിന് സീരിയസ് ആയിട്ട് ചോദിക്കാം, പൊട്ടനെ ലോട്ടറി അടിച്ച പോലത്തെ ഒരു ഫീൽ ഉണ്ടായത് എപ്പോൾ? 18 തീയതി പറയാം. എന്തിനു ഇവന്മാരെയൊക്കെ വെച്ച് പറഞ്ഞു? ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. വയസ്സുകാലത്ത് ആ പഴയ പ്രണയങ്ങളെയൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് ഒരു സിനിമ ചെയ്യാനുള്ള ഒരു പരിപാടിയുണ്ട്. കുറച്ചു മുമ്പേ വൈഫിന്റെ കാലിൽ സ്മാർട്ട് ബോയ്. പടക്കം എന്നുള്ളൊരു വേർഡിനെ ഒരിക്കലും ഒരു മോശമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. അതാവുമ്പോഴാണ് അടുത്ത പടക്കം വലുതുണ്ടാവുന്നത്. പടക്കമാണ് വലുത്, നമ്മളെ പടമാണ് വലുത്. ഇതൊരു പ്രതീക്ഷയാണല്ലോ. ഓരോ പടക്കം പൊട്ടുമ്പോഴും അടുത്ത ഒരെണ്ണം നന്നായിട്ട് പൊട്ടും എന്നുള്ള ഒരു സാധനം വരുമല്ലോ. പടക്കം പോകുന്നില്ല. എവിടെ നിന്ന് കിട്ടി ഇതിനെ?